പൊളിറ്റിക്സ് ബേസിക്കലി അനാർക്കിക് ആണ്. അമേരിക്ക ഇപ്പൊ പെരുമാറുന്നത് ഒരു റോഗ് സൂപ്പർ പവർ ആയിട്ടാണ്. നോർത്ത് കൊറിയൻസ് റിയലൈസ്ഡ് ദാറ്റ് ദ ന്യൂക്ലിയർ ബോംബ് ഗിവ്സ് ദം ദ സ്ട്രോങ്സ്റ്റ് ഡിറ്ററൻസ് എന്നുള്ളത്. The mistake Iran did was that they didn't make the bomb. They could have made the bomb. ഖാമിനായുടെ ഒരു ഫത്വ ഉണ്ട്. ഫത്വ പറയുന്നത് ഈ ബോംബ് ഇസ് അൺഇസ്ലാമിക് എന്നാണ് ഖാമിനായുടെ ഫത്വ ഉള്ളത്. ഇദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ മുല്ലമാരുടെ വിഡ്ഢിത്തം കാരണമാണ് ഇറാൻ ഇന്ന് ഈ ദുരന്തം അനുഭവിക്കുന്നത്. പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ പി ബി ജിജീഷ്. ജസ്റ്റ് റൈറ്റ്സിലേക്ക് സ്വാഗതം. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആരംഭിച്ച യുദ്ധം എസ്കലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി വലിയ തോതിലുള്ള തിരിച്ചടികൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് എല്ലാം നേരെ ആക്രമണങ്ങളുണ്ടാകുന്നു. പശ്ചിമേഷ്യയിലാകെ യുദ്ധം വ്യാപിക്കുകയും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടരുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇറാൻ എത്തിച്ചേർന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. 2026 ഫെബ്രുവരി 27 ഒമാൻ്റെ വിദേശകാര്യമന്ത്രി നമ്മളോട് ഇറാൻ അമേരിക്ക ചർച്ചകൾ വിജയമാണെന്നും 24 മണിക്കൂറുകൾക്കുള്ളിൽ ഒരു സമാധാന കരാറുണ്ടാകുമെന്നും പറഞ്ഞത്. തങ്ങളുടെ പക്കലുള്ള ആണവ ശേഖരം പൂർണ്ണമായും ഇല്ലാതാക്കാമെന്നായിരുന്നു ഇറാൻ്റെ വാഗ്ദാനം. എന്നാൽ 28 അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചു. ഇറാൻ്റെ ആത്മീയ നേതാവ്, പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊംനൈയെ വധിച്ചു. ബോംബ് വർഷം നടത്തി. ഒരു സ്കൂളിൽ നടത്തിയ ആക്രമണത്തിൽ 170-ലേറെ പിഞ്ചു കുഞ്ഞുങ്ങളാണ് മരിച്ചു വീണത്. ഒരു പരമാധികാര രാഷ്ട്രത്തെ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും വിരുദ്ധമായി ആക്രമിക്കുമ്പോൾ, തിരിച്ചടി ലോകത്തെല്ലായിടത്തേക്കും പടരുമ്പോൾ, എണ്ണവില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുമ്പോൾ, സൈനിക സഖ്യങ്ങൾ കൂടുതൽ ദൃഢപ്പെടുമ്പോൾ അവർ നമ്മളോട് പറയുന്നത് ഇതൊക്കെ ലോകത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്നാണ്. പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന വാദം പോലും അപ്രസക്തമാക്കുന്ന സ്ഥിതിയാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമായ ഒരു കോൺസെപ്റ്റാണ്. അതുപോലുമല്ല ഇതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ട്രംപ് അവകാശപ്പെട്ടതുപോലെ അമേരിക്കയെ ആദ്യം ആക്രമിക്കാൻ യാതൊരു പദ്ധതിയുമില്ലായിരുന്നുവെന്ന് പെൻറ്റഗൺ അമേരിക്കൻ കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ അന്റോണിയോ റൂബിയോ വിശദീകരിച്ചത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചാൽ അവർ ഗൾഫിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കും എന്നതാണ് യുദ്ധത്തിന് കാരണമെന്നാണ്. There absolutely was an imminent threat, and the imminent threat was that we knew that if Iran was attacked, and we believed they would be attacked, that they would immediately come after us. And we were not going to sit there and absorb a blow before we responded. Israel attacked them, they hit us first, and we waited for them to hit us. We would suffer more casualties and more deaths. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന വിവരം ലഭിച്ചു. അങ്ങനെ സംഭവിച്ചാൽ ഇറാൻ അമേരിക്കൻ കേന്ദ്രങ്ങളെ ആക്രമിക്കും. അത്തരത്തിൽ ആദ്യം അമേരിക്കൻ കേന്ദ്രങ്ങളെ ഇറാൻ ആക്രമിക്കാതിരിക്കാൻ, അങ്ങനെയൊരു അവസരം നൽകാതിരിക്കാൻ നമ്മൾ ഇറാനെ ആദ്യം ആക്രമിക്കണം എന്നാണ് വിശദീകരണം. ചുരുക്കി പറഞ്ഞാൽ ഇറാൻ അമേരിക്കയ്ക്ക് ഭീഷണിയാണ് എന്നതുകൊണ്ടല്ല, ഇസ്രായേൽ കാരണമാണ് ഈ ആക്രമണത്തിനുള്ള തീരുമാനം എടുത്തതെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി. ഇവർ പല ന്യായീകരണങ്ങളും നിരത്തും. എന്നാൽ നമുക്കറിയാം ഇത് അനീതിയുടെ ലോകക്രമത്തെ സംരക്ഷിക്കാനുള്ള യുദ്ധമാണെന്ന്. ആർക്കൊക്കെയാണ് ശക്തിയും അധികാരവും കൈയാളാൻ അനുമതിയുള്ളത് എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയാണിത്. ഇവർ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന നിയമവാഴ്ചയുടെ ലോകം വൈരുദ്ധ്യങ്ങളുടെയും ഹിപ്പോക്രസിയുടെയും കയ്യൂക്കിൻ്റെയും നീതിരാഹിത്യത്തിൻ്റെയും ലോകമാണെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. നിയമവാഴ്ചയുടെ ലോകമെന്നത് വലിയൊരു നുണയാണ്. ഈ ലോകക്രമം നിയമവാഴ്ചയിൽ അധിഷ്ഠിതമാണെന്ന് അവർ നമ്മളോട് പറയുന്നു. എന്നാൽ എല്ലാവർക്കും ഒരുപോലെ ബാധകമല്ലാത്ത നിയമം ഒരു ശ്രേണീകൃത അധികാരക്രമത്തെയാണ് സൃഷ്ടിക്കുക. സായുധ ആക്രമണങ്ങൾ UN ചാർട്ടറിന് വിരുദ്ധമാണ്. അവർ ആക്രമണങ്ങൾക്ക് മറ്റൊരു പേര് നൽകിയിരുന്നു, പ്രീഎംപ്റ്റീവ് സ്ട്രൈക്സ്. അതിൻ്റെ ന്യായീകരണം പോലും ഇപ്പോൾ ഇതിനില്ല. ഒരുതരം മുൻകൂർ യുദ്ധങ്ങളാണ്. മാനുഷികമായ ഇടപെടലുകൾ, സ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള ആക്രമണങ്ങൾ, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഇടപെടലുകൾ. ഇറാഖ് മുതൽ സിറിയ വരെ നമ്മളിത് കണ്ടതാണ്. യാദൃച്ഛികമായ ഒരു രീതിയല്ലത്. ഇത് വ്യവസ്ഥാപിതമാണ്. ശക്തമായ രാഷ്ട്രങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങളെ അവരുടെ ഇഷ്ടത്തിന് പുനർനിർവചിക്കുകയാണ് ചെയ്യുക. അവർക്ക് ഈ നിയമമൊന്നും അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ബാധകമല്ല. സാമ്രാജ്യത്വ ലോകത്തിൻ്റെ അസമത്വത്തിൽ അധിഷ്ഠിതമായ ഘടനയാണ്. ഒരു അനാർക്കിക് ലോകത്തിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരു പോലീസ്മാൻ ആവാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്?
നിങ്ങൾ ലോകം നോക്കൂ, ലോകത്തിലുള്ളത് ഒന്ന് അമേരിക്കയാണ്, ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ്. മറ്റേത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിരിബാത്തി ഐലൻഡ്സ് ആണ്. ഈ രണ്ട് രാജ്യങ്ങളും ഒരേപോലെയാണെന്നാണ് ഐക്യരാഷ്ട്രസഭ പറയുന്നത്. പക്ഷെ എഫക്റ്റീവ്ലി അങ്ങനെയല്ല. റൂൾസ് ബേസ്ഡ് ഓർഡർ എന്ന് പറയുന്നത്, ഇപ്പോൾ അമേരിക്ക, നിങ്ങളിപ്പോൾ യൂറോപ്യൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ റൂൾസ് ബേസ്ഡ് ഓർഡറിനെ പറ്റി പറയും. കാരണം എന്താണ്? റൂൾസ് ഉണ്ടാക്കിയത് അവരാണ്. അവർ പറയുന്ന റൂൾസ് ബേസ്ഡ് ഓർഡർ എന്ന് പറയുന്നത് അവരുണ്ടാക്കിയ റൂൾസ് എല്ലാവരും പിൻപറ്റുന്നിടത്തോളം കാലം അവർക്ക് റൂൾസ് ബേസ്ഡ് ഓർഡർ ഉണ്ട്. അല്ലാതെ ഇത് ലോകത്തെ ആളുകൾ, എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് വന്നിട്ട് എല്ലാവർക്കും കൂടെ ഗുണകരമായിട്ടുള്ള ഒരു റൂൾസ് ബേസ്ഡ് ഓർഡർ അല്ല ഉണ്ടാക്കുന്നത്. റൂൾസ് ബേസ്ഡ് ഓർഡർ ഒന്ന്, ഇന്റർനാഷണൽ ലോ വേറെ ഒന്ന്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഒരിക്കലും വന്നിട്ട് നിങ്ങൾ എല്ലാവരും ഇന്റർനാഷണൽ ലോ റെസ്പെക്ട് ചെയ്യണമെന്ന് പറയുന്നില്ലല്ലോ. കാരണം ഇന്റർനാഷണൽ ലോ അവർ റെസ്പെക്ട് ചെയ്യുന്നില്ല. അവർ പറയുന്നത് നിങ്ങൾ റൂൾസ് ബേസ്ഡ് ഓർഡർ ഫോളോ ചെയ്യണമെന്നാണ്. എന്താണ് റൂൾസ് ബേസ്ഡ് ഓർഡർ? റൂൾസ് ബേസ്ഡ് ഓർഡർ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഓർഡറാണ്. ഉദാഹരണത്തിന് നമ്മൾ മാർക്ക് കാർണിയുടെ സ്പീച്ച് ഡാവോസിൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം റൂൾസ് ബേസ്ഡ് ഓർഡറിനെ മുഴുവൻ അറ്റാക്ക് ചെയ്യാണ് ചെയ്തത്. അദ്ദേഹം പറയുന്നത് രാജ്യങ്ങൾക്ക് ഒരു മിഡിൽ പാത്ത് വേണമെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിന് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്, 2 ആഴ്ച മുമ്പ് അമേരിക്ക വെനസ്വേലനെ ആക്രമിച്ച് അവിടുത്തെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയപ്പോൾ ഇതേ മാർക്ക് കാർണി ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തത് എന്താണ്? ദിസ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ വെനസ്വേലൻ പീപ്പിൾ ടു ഹാവ് ഡെമോക്രസി എന്നാണ്. അപ്പോ ഈ മാർക്ക് കാർണി അമേരിക്ക കാനഡയെ ത്രട്ടൻ ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് റൂൾസ് ബേസ്ഡ് ഓർഡറിന്റെ ഓർമ്മ വരുന്നത്. അമേരിക്ക വെനസ്വേലയിൽ പോകുമ്പോൾ ഈ ഓർമ്മ വരുന്നില്ല. ഇത്ര ബ്ലാറ്റൻ്റായ മര്യാദാ ലംഘനങ്ങൾ അടിക്കടി വന്നു പോകുന്നത് അത്ര സാധാരണമല്ല. ഇറാഖ്, ലിബിയ യുദ്ധങ്ങളിലൊക്കെ ചുരുങ്ങിയ പക്ഷം ഒരു മുഖംമൂടിയെങ്കിലും ഉണ്ടായിരുന്നു. യുദ്ധാരംഭത്തിന് മുൻപ് അമേരിക്കൻ പൊതുസമൂഹത്തെയും കോൺഗ്രസിനെയും അതിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുത്താനുള്ള ശ്രമമുണ്ടായിരുന്നു. നുണകൾ കൊണ്ടാണെങ്കിലും ഒരു അഭിപ്രായ രൂപീകരണം നടത്തിയിരുന്നു. ഇന്നിപ്പോൾ അതുപോലുമില്ല. പേ പിടിച്ച നായ്ക്കളെ പോലെയാണ് ഇസ്രയേലും അമേരിക്കയും പെരുമാറുന്നത്. ഒരു ഹെജിമണിയുടെ അന്ത്യം അടുക്കുന്നുവെന്ന തിരിച്ചറിവിൽ നിന്നുണ്ടായ പരിഭ്രാന്തിയോടെ അവർ എല്ലാവരെയും എല്ലാറ്റിനെയും കടിക്കുകയാണ്. അന്റോണിയോ ഗ്രാംഷി എഴുതിയതുപോലെ ഒരു ഇൻ്റർഗ്നമാണോ ഇത്? നിലവിലുണ്ടായിരുന്ന ലോകക്രമം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയതൊന്ന് ജനിക്കുന്നതുമില്ല. ഈ ഇടവേളയിൽ കലുഷമായ, ബീഭത്സമായ ലക്ഷണങ്ങളുടെ കാലമാണിത്. പലതരം ചെകുത്താന്മാർ രംഗപ്രവേശം ചെയ്യുന്ന കാലം. ആണവായുധ നിർവ്യാപന കരാർ അഥവാ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി ലോകത്തെ രണ്ടായി പകുക്കുന്നു. ആണവായുധം കൈവശം വയ്ക്കാൻ അനുമതിയുള്ളവരും അതിന് അവകാശമില്ലാത്തവരും. അങ്ങനെ അധികൃതമായ ആണവായുധ രാഷ്ട്രങ്ങൾ 5 എണ്ണമാണ്. മറ്റുള്ളവർക്ക് വിലക്കാണ്. ഇസ്രായേലിന് പതിറ്റാണ്ടുകളായി ആണവായുധ ശേഖരമുണ്ട് എന്നത് മറ്റൊരു വസ്തുത. എന്നിട്ടും അവർ NPTയിൽ ഒപ്പിടാൻ തയ്യാറായിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനും ആണവായുധങ്ങളുള്ള രാജ്യങ്ങളാണ്. അവരും കരാറിൻ്റെ ഭാഗമല്ല. ഉത്തര കൊറിയ NPTയിൽ നിന്ന് പിന്മാറുകയും ആണവായുധം നിർമ്മിക്കുകയും ചെയ്തു. ആണവായുധ നിർവ്യാപന തത്വം സെലക്റ്റീവായിട്ടാണ് നടപ്പിലാക്കപ്പെടുന്നത്. ആണവായുധമുള്ളവർക്ക് ഈ നിയന്ത്രണങ്ങളൊന്നുമില്ല. ആയുധമില്ലാത്തവരാണ് പെട്ടുപോകുന്നത്. ആണവായുധങ്ങളെ അംഗീകരിക്കണമെന്ന അർത്ഥത്തിലല്ല പറയുന്നത്. ദേ ആർ ഡേഞ്ചറസ് ആൻഡ് ബാഡ്, ദിസ് ഡസ് നോട്ട് മേക്ക് ദം ഗുഡ്. എന്നാൽ ഈ വ്യവസ്ഥിതിയുടെ വൈരുദ്ധ്യം അത് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അൾട്ടിമേറ്റ് ഡിറ്ററൻസ് എന്നൊക്കെ പറയാവുന്ന ആണവശക്തി ഇല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. ഇത് താത്വികമായ നിലപാടല്ല, ലളിതമായ യുക്തിയാണ്. സ്ട്രാറ്റജിക് ലോജിക്. വളരെ അപകടകരമായ യുക്തി. രാഷ്ട്രത്തലവന്മാരെ നേരിട്ട് കടന്ന് കൊല ചെയ്യുന്നത് സാധാരണമാണെന്ന് വരുന്നത് ആഗോള രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവത്തെ മാറ്റിമറിക്കും. ഡീക്യാപിറ്റേഷൻ അല്ലെങ്കിൽ ശിരച്ഛേദം, തലയെറുക്കൽ ഒരു രാഷ്ട്രീയ സിദ്ധാന്തമാകുമ്പോൾ നയതന്ത്ര മാർഗങ്ങൾക്ക് വിലയില്ലാതാകും. ഒരു തവണ അത് ചെയ്താൽ പിന്നീട് ആവർത്തിക്കുമെന്ന് ഉറപ്പാണ്. ഇത് കാണുന്ന ഓരോ രാഷ്ട്രവും അത് മനസ്സിൽ വയ്ക്കും. തങ്ങളുടെ അന്താരാഷ്ട്ര പ്രതിരോധ നയങ്ങൾ മാറ്റിയെഴുതാൻ നിർബന്ധിതരാവും. ധാർമ്മികവും തന്ത്രപരവുമായ പുനഃപരിശോധനയല്ല, സുരക്ഷ ഉറപ്പു നൽകുന്ന ഒരു പ്രതിരോധ സംവിധാനം വേണമെന്ന നിലയ്ക്കാണ് അത് പ്രവർത്തിക്കുക. ആയുധ മത്സരത്തിന്, ആയുധ പന്തയത്തിന് വഴിവെക്കുകയാണിവിടെ. അപകടകരമായ ഒരു പാഠമുണ്ട് ഇതിൽ. ആദ്യം ഒരു കാര്യം പറയട്ടെ, ആണവായുധങ്ങൾ വിനാശകരമാണ്. ദേ ആർ കാറ്റാസ്ട്രോഫിക്. മാനവരാശിക്ക് ഭീഷണിയാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൻ്റെ ദുരന്തം എന്തെന്ന് വെച്ചാൽ ആണവായുധങ്ങളാണ് ഏക പ്രതിരോധ മാർഗം, അല്ലെങ്കിൽ അനിവാര്യമായ സുരക്ഷാ കവചം എന്ന നില വന്നിരിക്കുന്നു. അത്തരമൊരു അവബോധ നിർമ്മിതി തന്നെ അപകടകരമാണ്. സർവനശീകരണത്തിനുള്ള ശേഷിയാണ് സുരക്ഷയുടെ അടിസ്ഥാനമെന്ന ബോധനിർമ്മിതിയിലേക്ക് കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ വിലയിരുത്തുന്ന രാഷ്ട്രങ്ങൾ എത്തിച്ചേരുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്.
സ്ട്രാറ്റജിക് സംവാദങ്ങളിലെ പ്രധാനപ്പെട്ട സംഗതിയായി ഇത് മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ദ ഹിന്ദുവിൻ്റെ ഡോക്ടർ സ്റ്റാൻലി ജോണിയുമായുള്ള സംസാരത്തിനിടെ ഇക്കാര്യം പരാമർശിക്കപ്പെട്ടിരുന്നു. നോർത്ത് കൊറിയയും ഇറാനെയും നോക്കൂ. ഇറാന് പറ്റിയത് ന്യൂക്ലിയർ ആയുധങ്ങൾ നിർമ്മിക്കാതിരുന്നതാണ് എന്ന്. അതിനെ ഒരു സ്ട്രാറ്റജി ആയിട്ട് കാണുന്നുണ്ടോ? കാണണം എന്നുള്ളതാണ്. അതായത് നോർത്ത് കൊറിയയെ സംബന്ധിച്ചിടത്തോളം നോർത്ത് കൊറിയ അവരിത് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു എന്നാണ് ഞാൻ പറയുക. കാരണം നോക്കൂ, നോർത്ത് കൊറിയ ബോംബ് ഉണ്ടാക്കുന്നത് 2006-ലാണ്. അധിക കാലം ഒന്നും ആയിട്ടില്ല, 2006-ലാണ്. അതിന്റെ കാരണം എന്താണ്? ഇറാൻ ഏർലി 2000 മുതൽ ഇറാൻ ഒരു ന്യൂക്ലിയർ പ്രോഗ്രാം ഉണ്ട് ശരിക്കും. പക്ഷെ അതേസമയം തന്നെ ഇറാൻ വിചാരിച്ചത് ഇറാൻ അമേരിക്കയുമായിട്ടുള്ള ഒരു ഡീൽ ഉണ്ടാക്കാൻ പറ്റും എന്നായിരുന്നു ഇറാന്റെ ആഗ്രഹം. അത് ഖാത്തമിയുടെ കാലം മുതൽ അങ്ങനെയാണ്. ഉദാഹരണത്തിന് സെപ്റ്റംബർ 11 അറ്റാക്ക് നടക്കുമ്പോൾ അതിന് ആദ്യമായിട്ട് കണ്ടം ചെയ്യുന്ന രാജ്യം ഇറാനാണ്, ഖാത്തമയാണ്. അന്ന് ഖാത്തമയാണ് പ്രസിഡന്റ്. മാത്രമല്ല, താലിബാനെതിരെയുള്ള അമേരിക്കയുടെ യുദ്ധത്തിന് ഇറാൻ സമ്പൂർണ്ണ പിന്തുണയായിരുന്നു കൊടുത്തിരുന്നത്. കാരണം ഇറാൻ താലിബാൻ ഇഷ്ടമല്ല, അതുകൊണ്ട്. മാത്രമല്ല, അമേരിക്ക താലിബാനെ ഡിസ്ട്രോയ് ചെയ്യുകയാണെങ്കിൽ ഇറാൻ അതിനെ വെൽക്കം ചെയ്ത ആളുകളാണ്. എന്നിട്ട് അമേരിക്ക എന്താണ് ചെയ്തത്? 2002 ജോർജ് ബുഷിന്റെ ഫേമസ് സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ അഡ്രസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ് എന്താണ്, ആക്സിസ് ഓഫ് ഈവിൾ അല്ലെ, ആക്സിസ് ഓഫ് ഈവിൾ രാജ്യങ്ങൾ, 3 രാജ്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. തിന്മയുടെ അച്ചുതണ്ട്. ഈ 3 രാജ്യങ്ങൾ, 1 ഇറാഖാണ്, 2 ഇറാനാണ്, 3 നോർത്ത് കൊറിയയാണ്. 2002 സ്പീച്ചാണ്. 2003 അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചു, 2003. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത 2 ടാർഗറ്റ് വരേണ്ടിയിരുന്നത് ഇറാനും നോർത്ത് കൊറിയയുമാണ്. ഇറാൻ എന്ത് ചെയ്തു? ഇറാൻ പിന്നീട് ആ യുദ്ധത്തില് ഇറാഖില് പല മിലിഷ്യ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്ത് ബേസിക്കലി ഇറാൻ ട്രാപ്ഡ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻ ഇറാഖ്. ഇറാൻ അത് ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ഇറാൻ ഒരു ന്യൂക്ലിയർ പ്രോഗ്രാം, സിവിലിയൻ ന്യൂക്ലിയർ പ്രോഗ്രാമും ഉണ്ടായിരുന്നു. ഇറാൻ വിചാരിച്ചത് they can slow down the United States and they can eventually reach a deal with the United States. നോർത്ത് കൊറിയൻസ് എന്ത് ചെയ്തു? അവർ ഇതിനൊന്നും പോയില്ല. അവർ നേരെ 2006 പോയിട്ട് അവർ ബോംബ് ഉണ്ടാക്കി. ബിക്കോസ് നോർത്ത് കൊറിയൻസ് റിയലൈസ്ഡ് ദാറ്റ് ദ ന്യൂക്ലിയർ ബോംബ് ഗിവ്സ് ദം ദ സ്ട്രോങ്സ്റ്റ് ഡിറ്ററൻസ് എന്നുള്ളത്. അപ്പോൾ ദ മിസ്റ്റേക്ക് ഇറാൻ ഡിഡ്, ഇഫ് യു ആസ്ക് മീ, ദ മിസ്റ്റേക്ക് ഇറാൻ ഡിഡ് വാസ് ദാറ്റ് they didn't make the bomb. They could have made the bomb. ഈ ജൂൺ വാറിന് ശേഷം ഞാനൊരു ഇറാനിലുള്ള നമ്മുടെ ഒരു കോണ്ടാക്ട് ആയിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ 2022 നമ്മൾ ഇറാനിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് IRGCയിലും അവിടെയുള്ള കുറച്ച് ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ച് ഒരു കോണ്ടാക്ട് ആയിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഇറാനിലൊരു ഈ ഖാമിനായുടെ ഒരു ഫത്വ ഉണ്ട്. ഫത്വ ഒരു റിലീജിയസ് എഡിക്റ്റ് ആണല്ലോ. ഫത്വ പറയുന്നത് ഈ ബോംബ് ഈസ് അൺഇസ്ലാമിക് എന്നാണ് ഖാമിനായുടെ ഫത്വ ഉള്ളത്. അതുകൊണ്ട് ആസ് ലോങ് ആസ് ഖാമിനായി ഈസ് അലൈവ്, ആസ് ലോങ് ആസ് ദ ഫത്വ ഹോൾഡ്സ്, ഇറാന് ബോംബ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അവര് പറയുന്നത് ഖാമിനായാണ് നമ്മുടെ സുപ്രീം ലീഡർ എന്നാണ്. അപ്പൊ ഇദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ മുല്ലമാരുടെ വിഡ്ഢിത്തം കാരണമാണ് ഇറാൻ ഇന്ന് ഈ ദുരന്തം അനുഭവിക്കുന്നത്. അതിന് വില കൊടുക്കുന്നത് ഞങ്ങളാണ്. വി ആർ പേയിങ് എ പ്രൈസ് വിത്ത് അവർ ബ്ലഡ് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ എന്ന് പറയുന്നത് ഇദ്ദേഹം IRGC കാരനാണ്, ഇദ്ദേഹം മിലിറ്ററി ആണ്. അപ്പൊ ഹി വാസ് ബേസിക്കലി അറ്റാക്കിംഗ് ഖാമിനായി. ഇറാൻ ഹാഡ് എ ചാൻസ് ടു മേക്ക് എ ബോംബ് ഇൻ early 2000, ബട്ട് ദേ ചോസ് നോട്ട് ടു മേക്ക് എ ബോംബ്. And look where they are now. Saddam Hussein wanted to make a bomb. He couldn't make a bomb. Where is he? Gaddafi wanted to make a bomb. He didn't make a bomb. Where is he? But the North Koreans made a bomb. So the problem here is that, okay, nuclear bombs are, I mean, if you are looking at it from a moral point of view, ഒരു സംശയമില്ല, ന്യൂക്ലിയർ ബോംബ്സ് ആർ ഡിസാസ്ട്രസ് അല്ലേ? അത് ഭയങ്കര ദോഷമാണ്, നമുക്കതറിയാം. പക്ഷേ we are living in a perilous world, and if you are living in a perilous world, if you are not part of the rules based order, the best way to survive is to have a bomb. ഭാവനയുടെ അന്ത്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് യഥാർത്ഥത്തിൽ അതിജീവനത്തിന്റെ ഒരു മാർഗമായിട്ട് മാറുകയാണ്. അത് നിങ്ങൾ എങ്ങനെ നോക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളൊരു മോറലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് നോക്കുന്നതെങ്കിൽ ഇത്, അതായത് അരുന്ധതി റോയ് ആണെങ്കിൽ ഇത് ഭാവനയുടെ അന്ത്യമാണ്. പക്ഷെ നിങ്ങളൊരു റിയലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് നോക്കുന്നതെങ്കിൽ അത് അതിജീവിക്കാനുള്ള ഒരു കച്ചത്തുരുമ്പാണ്. ആണവായുധ നിർവ്യാപന കരാറിൻ്റെ ഭാഗമാകുമ്പോഴും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പരിശോധനയ്ക്ക് നിന്നുകൊടുക്കുമ്പോഴും ദേശസുരക്ഷ അപകടത്തിലാകുന്നുവെന്ന സമീപകാല ചരിത്രം ആയുധപന്തയത്തെ ആംസ് റേസിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ആണവായുധ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ് യുക്തിയെന്ന് വരികയാണ്. ആണവശക്തിയുടെ വ്യാപനമാണ് നമ്മൾ കാണുന്നത്. അതുണ്ടാക്കിയേക്കാവുന്ന ദുരന്തം അതിഭീകരമായിരിക്കും. ചോദ്യം ആര് ജയിക്കുമെന്നതിൽ നിന്ന് മനുഷ്യകുലം അവശേഷിക്കുമോ എന്നതിലേക്ക് മാറും. കാരണം രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തിന് ചില മുന്നുപാധികളുണ്ടെന്ന് വന്നാൽ സമാധാനവും കണ്ടീഷണലാണെന്ന് പറയേണ്ടി വരും. അങ്ങനെയുള്ള ഉപാധികളോടെയല്ല സമാധാനം നിലനിൽക്കേണ്ടത്. അങ്ങനെ കണ്ടീഷണലായിട്ടുള്ള സമാധാനം
സമാധാനമല്ല, അത് രണ്ട് സ്ഫോടനങ്ങൾക്കിടയിലെ നിശബ്ദത മാത്രമാണ്.